കൃപാസനത്തിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള 6 നിയോഗങ്ങൾ, നമ്മൾ ഡെയിലി പ്രെയറിലും എല്ലാം ഈ 6 നിയോഗങ്ങൾ നമ്മൾ എന്നും ഓർക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്. ഈ നിയോഗങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ നടക്കാനും നമ്മൾ ഒരു തീരുമാനം എടുക്കണം. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരവിടുന്ന് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. കൃപാസനത്തിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. നമുക്ക് ഇത് നിയോഗം നടന്നു കഴിയുമ്പോൾ നമ്മൾ വന്ന് സാക്ഷ്യപ്പെടുത്തണം. ഈ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്നതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലും അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മളത് ഷെയർ ചെയ്യുന്നു. അത് ഒത്തിരി വലിയൊരു അനുഗ്രഹത്തിൻ്റെ മേഖലയാണിത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷെയറിങ് കേൾക്കുമ്പം ആ കേൾക്കുന്നവരിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരും. അവരും മാതാവിലേക്ക് അടുക്കും. അതാണ് ഈ സാക്ഷ്യപ്പെടുത്തണം എന്ന് എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുക. എനിക്ക് കിട്ടിയ ഈ നിയോഗങ്ങൾ ഞാൻ മാതാവിന് ഉറപ്പായും സാക്ഷ്യപ്പെടുത്തിയിരിക്കും. ഞാൻ അതിൽ നിന്ന് ഒരു എക്സ്ക്യൂസും എടുക്കുകയില്ല. ഞാൻ കൃപാസനത്തിൽ പോയി എനിക്ക് കിട്ടുന്ന ആ ഓരോ നിയോഗങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ട്, നമുക്ക് നിയോഗങ്ങളിൽ നമുക്ക് തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ മാതാവിന് നന്ദി പറയുക, കൃപാസനത്തിൽ പോയി സാക്ഷ്യപ്പെടുത്തുക. കൂടാതെ ഇപ്പം നമ്മൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കിട്ടുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി നമുക്ക് ഒരു അറിവുണ്ടാവും. ഇന്ന അനുഗ്രഹങ്ങൾ അമ്മ നമുക്ക് തരുന്നുണ്ട്, ഇന്ന ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ നിയോഗങ്ങളിലെല്ലാം എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ആ നിയോഗങ്ങളിലെല്ലാം ഒരു ചേഞ്ച് അല്ലെങ്കിൽ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മൾ ചിലപ്പം തലകുത്തി നിന്നിട്ട് നടക്കാത്ത കാര്യങ്ങളായിരിക്കാം, നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നടക്കില്ല എന്ന് നമ്മൾ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതിലെല്ലാം ഒരു സൈൻ അത് നമുക്ക് തന്നെ വ്യക്തമാക്കും. അപ്പോൾ നമ്മൾ കൃപാസനത്തിൽ സാക്ഷ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ചുറ്റുമുള്ളവരുടെ അടുത്തും ഇതുപോലെ നമ്മുടെ ആ ഒരു അനുഭവം ഷെയർ ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും കൊളീഗ്സിൻ്റെ അടുത്താണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി എനിക്കതൊരു നല്ലൊരു അനുഭവമായിരുന്നു. നല്ല എല്ലാ സാധാ ഉള്ളതിൽ നിന്നുമെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് വന്നത്. ഞാൻ അങ്ങനെ നിയോഗമൊക്കെ സമർപ്പിച്ചു. എനിക്ക് ഇന്ന അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അവിടെ പറയാൻ മടിയുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലായിരുന്നു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്യുന്ന ആ അനുഭവങ്ങൾ, നിങ്ങളുടെ സ്റ്റോറി മറ്റുള്ളവരുമായിട്ടും ഷെയർ ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടുത്ത്, നമ്മളെ ലിസൺ ചെയ്യുന്നവരുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാം. ചില ആളുകൾക്കാണെങ്കിൽ ഇതുപോലെ ഈശോയുടെ കഥകളും മാതാവിൻ്റെ കഥകളും ഒക്കെ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അവർ നല്ല കീനായിട്ട് നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല ലിസൺ ചെയ്യും അവർ പ്രോപ്പറായിട്ട്. അപ്പം അങ്ങനെ ലിസൺ ചെയ്യുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ജസ്റ്റ് ഐ കോണ്ടാക്റ്റ്, ജസ്റ്റ് ഐസിലോട്ട് നോക്കുക, അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. കണ്ണുകളിൽ ഒരു തീവ്രത കാണാം നമുക്ക്. അപ്പോൾ അത്രയും നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ളവർ നല്ലതായിട്ട് അവരത് അത്ര ആഗ്രഹത്തോടെ കേൾക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ പോയിട്ടുള്ള അവരിപ്പം പോകാനുള്ള റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക. പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക. ഇപ്പോൾ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരോ ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പോൾ ബസ് ഫെയറൊക്കെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പാടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്, ട്രാവൽ ചെയ്യാൻ, അങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. പോകാനായിട്ട് ഉള്ള എന്തെങ്കിലും ക്യാഷായിട്ട് വല്ലതും ആണെങ്കിൽ അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക. അവരെ മാതാവിലേക്ക് എത്തിക്കുക. ഒത്തിരി ആളുകളുണ്ട്, പോകണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ പോകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ മാതാവിൻ്റെ കൃപാസനത്തിലെ കഥകളൊക്കെ കേൾക്കണമെന്നുണ്ട്, സാക്ഷ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയുള്ള ഒത്തിരി പേരുടെ സാക്ഷ്യം കേൾക്കുന്നു. പക്ഷെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ നമ്മളത് ഒന്ന് സ്പർശിക്കും.
അപ്പോൾ നിങ്ങളുടെ സ്റ്റോറീസ് അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യുക. ഞാനാണെങ്കിൽ പോലും എനിക്ക് ഇതുപോലെ കൃപാസനത്തിൽ പോയി എനിക്ക് ഇന്ന അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണത്. എനിക്ക് മാതാവാണ് എനിക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് തന്നതാണ് എന്ന് പറയും. ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ അത് പറയും. അമ്മ മാതാവിൻ്റെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് അനുഗ്രഹങ്ങൾ ഇതുപോലെ മാതാവ് തന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റുവാണെങ്കിൽ നിങ്ങൾ പോകണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോകണം. ഇപ്പം ഫാമിലി ആയിട്ട് പോകാനാണെങ്കിൽ അങ്ങനെ, അല്ല ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് പോവുക. ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുക. ഉടമ്പടി എടുക്കാൻ പറ്റുന്നൊരു ഉടമ്പടി എടുത്ത് മാതാവുമായിട്ടുള്ള ആ ഉടമ്പടിയിലായിരിക്കുക. മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തരും. മാതാവ് അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തരാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളവിടെ വരാൻ വേണ്ടി ഒക്കെ മാതാവ് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവിടെ പോയി ആ അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് വാങ്ങിച്ചെടുക്കുക. നമ്മുടെ ആ നിയോഗങ്ങളെല്ലാം മാതാവ് നമുക്ക് തരും. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ പോവുക. അതുപോലെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുക. കൃപാസനത്തിൽ പോയി സാക്ഷ്യപ്പെടുത്തുക. അതുപോലെ ചുറ്റുമുള്ളവരുമായും നമ്മുടെ ബന്ധുക്കൾ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ആ ഒരു സർക്കിളിലുള്ള എല്ലാവരുമായിട്ടും ഒക്കെ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ അത് അവർക്കും പോകാനും ഒക്കെ ആയിട്ടുള്ള പോകാനൊക്കെ ആയിട്ട് അവരെ തോന്നിപ്പിക്കും. ഞാനിതുപോലെ ഒരു ബസ്സിലിങ്ങനെ യാദൃശ്യമായിട്ട് ട്രാവൽ ചെയ്ത സമയത്ത് ഒരു ചേച്ചീനെ കണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ എന്തോ പറഞ്ഞ സമയത്ത് ഇങ്ങനെ കൃപാസനത്തിൽ പോയി. ജസ്റ്റ് ആ ചേച്ചി ആളിങ്ങനെ ഒരു അടുത്ത സ്റ്റോപ്പിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, മോളെ അങ്ങനെ പോയപ്പോൾ എല്ലാം നല്ലതായിരുന്നോ, കാണാൻ പറ്റിയോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയി, പക്ഷേ ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല, ലേറ്റായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ടൈം സ്ലോട്ടുണ്ട്, മോർണിംഗ് ഉണ്ട്, പിന്നെ ഏർലി മോർണിംഗ് ഉണ്ട്, പിന്നെ 11 o'clock-നുണ്ട്, 2 o'clock-നുണ്ട്. അപ്പോൾ ഒരു 11 o'clock ടാർഗറ്റ് ചെയ്ത് പോയി. ചില ഡിസ്റ്റൻസിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ 11 o'clock ടൈമിൻ്റെ ടാർഗറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ചെല്ലുമ്പോൾ ചേച്ചിക്ക് ഇനി നെക്സ്റ്റ് ടൈം ചേച്ചി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ എന്തായാലും കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു സ്ട്രേഞ്ചറാണ്. പക്ഷേ ഇങ്ങനെ ആൾ നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിച്ച് പോകണമെന്ന് അതീവ ആഗ്രഹമുള്ള ഒരു ചേച്ചി. അപ്പോൾ ആ ചേച്ചിക്കും ഇങ്ങനെ അങ്ങനെ അവർ ഞങ്ങൾ ഇനി എന്താണ് നെക്സ്റ്റ് മന്ത് എന്തിനും പോകും എന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ എനിക്കൊരു സന്തോഷം. അങ്ങനെ പറഞ്ഞ് അവർക്കും അതുകൊണ്ടൊരു യൂസ് ഉണ്ട്. നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് അവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇതുപോലെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു അനുഗ്രഹം മാതാവ് തരും. മാതാവ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം മാതാവ് നമുക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം കൂടി മാതാവ് നമുക്ക് തരുവാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നിയോഗങ്ങളിലെല്ലാം മാതാവ് ഇടപെടും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, സാക്ഷ്യപ്പെടുത്തുക. മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.